ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ബാക്ക് ടു സ്കൂൾ യൂസ്ഫുൾ ക്രാഫ്റ്റ്സ് ആണ്. ഇതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യാമെന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് നെയിം സ്ലിപ്പിൽ നിന്ന് തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ ഞാൻ നെയിം സ്ലിപ്പാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. സ്റ്റിക്കർ വെച്ചിട്ടും സ്റ്റിക്കർ ഇല്ലാണ്ടും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇതേപോലത്തെ വേറെ ടൈപ്സാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടി ഒരു സ്ട്രിപ്പ് ഓഫ് പേപ്പർ എടുക്കാം. സെൻറ്റിമീറ്റർ ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൽ 4 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 4 ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഒരു ബോർഡർ വരച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഒരു ടുലിപ്പ് ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. ടുലിപ്പോ ഫ്ലവേഴ്സോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഞാൻ നേരത്തെ കാണിച്ച സ്റ്റിക്കേഴ്സിൽ ഫ്ലവേഴ്സാണ് കൊടുത്തിരുന്നത്. ഇപ്പം നമുക്ക് ടുലിപ്പ് കൊടുക്കാം. ടുലിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നൊരു മോഡൽ ടുലിപ്പ് ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ അതാണ് വരച്ചത്. എന്നിട്ട് കുറച്ച് ഡോട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല എന്ന് തോന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇതേ ഞാൻ ഒന്ന് നേരാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ബോർഡറിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബോർഡർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ നെയിം എന്നൊക്കെ എഴുതാൻ പോണത് കേട്ടോ. നെയിം, ക്ലാസ്, ഡിവിഷൻ, റോൾ നമ്പർ അങ്ങനെയൊക്കെ. ഞാനിവിടെ നെയിം, ക്ലാസ്, റോൾ നമ്പർ ആൻഡ് സബ്ജക്റ്റ് ആണ് കേട്ടോ എഴുതുന്നത്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും. മുന്നേ ഉണ്ടാക്കിയ സ്റ്റിക്കറും ഇതുമായിട്ട് ചെറിയൊരു ഇതേപോലത്തെ ഒരു ഡിസൈനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നെക്സ്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതേപോലത്തെ ഒരു ഡിസൈൻ കൊടുക്കുക. 2 പാർട്ടായിട്ട് അതൊന്ന് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തതിന് ശേഷം ആ കുഞ്ഞ് പാർട്ടില്ലേ, ആ പാർട്ടിലോട്ട് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ആ സ്റ്റിക്കേഴ്സിലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കുറേയൊക്കെ ഉണ്ടായിരുന്നത്, അതിന് ഞാൻ ഒരു ബ്ലൂ കളർ സ്റ്റിക്കർ എടുക്കുന്നുണ്ട്. ബ്ലൂ കളർ ബോർഡർ കൊടുത്തുകൊണ്ട് ബ്ലൂ കളർ സ്റ്റിക്കേഴ്സ്. ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഞാനിത് എത്ര പൊളിച്ചെടുക്കാൻ നോക്കിയിട്ടും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 4-5 പീസായിട്ടാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഞാനത് കണക്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ശരിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ സൈഡിൽ നമുക്ക് നെയിം, ക്ലാസ്, ഡിവിഷൻ ആൻഡ് സബ്ജക്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഉണ്ടാക്കിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്റ്റിക്കർ മോഡലാണ് കേട്ടോ. എനിക്ക് നല്ല ക്യൂട്ടായിട്ടുണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ പോലെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതേപോലത്തേക്ക് മോഡലാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. ഈ സ്റ്റിക്കറൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അതിനുവേണ്ടി നേരത്തെ കൊടുത്ത പോലെ തന്നെ ചെയ്യാം കേട്ടോ. പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് എന്തെങ്കിലും കളർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഒരു യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ വരച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഐഡിയ. അപ്പോൾ ഒരു ബണ്ണിയുടെ പിക്ചർ ഞാൻ പെൻസിലിൽ ആദ്യം വരച്ചു. പിന്നെ എനിക്ക് പെൻ വെച്ചിട്ട് ഞാൻ വരച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഗ്ലൂ വെച്ചിട്ട് അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നേരത്തെ പോലെ തന്നെ നെയിമൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു ഡിസൈനും ഇഷ്ടമല്ലാത്തവർക്ക് പോപ്പുലറായിട്ട് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ആ ഒരു ഡിസൈനില്ലേ, അതാണ് കേട്ടോ ഞാൻ വരച്ച് ട്രൈ ചെയ്ത് നോക്കുന്നത്. ജസ്റ്റ് ബോർഡർ മാത്രം ഡിസൈനല്ല, ബോർഡർ മാത്രം ഇങ്ങനെ ഒന്ന് ഡാർക്കനായിട്ട് വരച്ച് കൊടുക്കുക. എന്നിട്ട് നെയിമും ക്ലാസ്സും ഡിവിഷനും അങ്ങനത്തെ എല്ലാം എഴുതി കൊടുക്കുക. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്, ഈസിയുമാണ്. സ്കെച്ചും പെന്ന് മാത്രം മതി കേട്ടോ അതിന്. ഇതായിരുന്നു എല്ലാത്തിൻ്റെയും ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ബോർഡർ സൈഡിൽ ഒന്ന് കർവ് ഷേപ്പിൽ എല്ലാം ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ ബുക്കിൽ ഒട്ടിക്കുമ്പോൾ പേര് എഴുതിയിട്ട് സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്ത വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആവും കേട്ടോ ഇത്. നെക്സ്റ്റ് വന്നിട്ട് ക്യൂട്ടായിട്ടുള്ള ബുക്ക് മാർക്സ് ആണ് ഉണ്ടാക്കാൻ പോണത്. ഈ സൈഡിൽ മെഷർമെൻറ്റ് കൊടുത്തേക്കാം കേട്ടോ. അത് നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. ആദ്യം തന്നെ ഈ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതെങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെയൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഒരു പൊന്തിരിക്കുന്ന പോർഷനിൽ അവിടെ നമുക്കൊരു സ്റ്റിക്കർ എല്ലാം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഫ്ലവർ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു വൈറ്റ് ഫ്ലവർ, അകത്തൊരു
ഒരു ഈസ്തറ്റിക് ലുക്ക് കിട്ടാനകത്തൊരു യെല്ലോ കളറൊക്കെ വെച്ചിട്ട് ഉള്ളൊരു വൈറ്റ് ഫ്ലവറാണ് കേട്ടോ നമ്മൾ വരച്ചെടുത്തത്. അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലോട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ നല്ല ക്യൂട്ടായിട്ടുള്ള ബുക്ക് മാർക്സ് റെഡിയാവും. ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് നമുക്കൊന്ന് ബുക്കിൽ വെച്ച് നോക്കാം. എനിക്ക് ഭയങ്കര രസം, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ബുക്കിൽ ഞാൻ ഉണ്ടാക്കിയ നെയിം സ്ലിപ്പ് പൊട്ടിച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ ഞാൻ കാണിച്ചത്. അപ്പോൾ എങ്ങനെയുണ്ട് ബുക്ക് മാർക്ക്? ക്യൂട്ടല്ലേ? നല്ല രസമുണ്ട് കേട്ടോ, നല്ല യൂസ്ഫുള്ളും ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ട്രാൻസ്പാരൻറ്റ് പൗച്ചാണ്. ഞാനിപ്പോൾ ഇത് മുന്നേ ഉണ്ടാക്കിയൊരു പൗച്ചാണ് കേട്ടോ. നല്ല ക്യൂട്ടാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഒരു കവർ എടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ട്രാൻസ്പാരൻറ്റ് കവറില്ലേ, അതെടുക്കുക. അതെടുത്തിട്ട് ആ ഒരു കട്ടിങ് ഇല്ലാത്ത പോർഷൻ ഇങ്ങനെ മടക്കി കൊടുക്കുക, ഉള്ളിലോട്ട് മടക്കുക. എന്നിട്ട് അതൊന്ന് ടൈറ്റായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 2 ലെയറായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ സാധനങ്ങൾ ഇടുമ്പോൾ നല്ല യൂസ്ഫുള്ളായിരിക്കും. എന്നിട്ട് മേളിൽ നിന്ന് മടക്കിയിട്ട് ആ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിത് സ്ലോ മോഷനിലിട്ടൊന്ന് കാണിച്ച് തരാം കേട്ടോ. അതിൻ്റെ മേലെ ഡബിൾ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ഞാനൊന്ന് പെയിൻറ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. വൈറ്റ് കളറൊക്കെ വെച്ചിട്ട് സൂപ്പർ യൂസ്ഫുൾ ക്രാഫ്റ്റും കൂടിയാണ്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെൻ ടോപ്പറാണ് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നമ്മളെ നെയിൽ പോളിഷ് വൈപ്പിൻ്റെ ഒരു ബോക്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിറ്റ്സിൻ്റെയോ അങ്ങനെ എന്തിൻ്റെങ്കിലും റൗണ്ടഡ് ആയിട്ടുള്ള ബോക്സ് എടുക്കാം. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമായിട്ട് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് തീമാണ് വരയ്ക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടൊരു വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് സർക്കിൾ ചെയ്തിട്ട് 2 പോർഷനിലും സർക്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഒറിജിനാലിറ്റിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് പോലെ കിട്ടും. ബാക്ക്ഗ്രൗണ്ട് എന്താ മാറിയെന്ന് വെച്ചാൽ ഇവിടെ വെട്ടമില്ല കേട്ടോ, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹാളിൽ വന്നിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതാണ് ബാക്ക്ഗ്രൗണ്ട് ചെറിയ ചേഞ്ച്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലൊരു ഹോളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മെഴുതിരി ഉരുക്കിയിട്ട് ഹോളിട്ട് കൊടുക്കുക. ഇതായിരുന്നു ഫൈനൽ ലുക്ക്. പെൻസിൽ ടോപ്പർ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.